ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുവിധുമായും മുൻപേ എന്നുള്ള നോവലാണ്. അധ്യായം 9 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാൻസും വെള്ള കുർത്തയും ധരിച്ച സൗമ്യമുഖമുള്ള ഒരു ചെറുപ്പക്കാരനാണ് വാതിൽ തുറന്നത്. വരൂ. സൗഹൃദപൂർവ്വം അയാൾ അവരെ ക്ഷണിച്ചു. 2 ബെഡും മേശയും 2 കസേരകളുള്ള വലിയ മുറിയായിരുന്നു അത്. ടി വിയിൽ ഒരു തമിഴ് പടം. അജയഘോഷ പെട്ടെന്ന് ടി വി ഓഫ് ചെയ്തു. രാകേഷ് അല്ലേ? പുഞ്ചിരിയോടെ കൈനീട്ടി അയാൾ ചോദിച്ചു. അതെ. രാകേഷ് അയാളുടെ കൈ പിടിച്ചു. ഇരിക്കൂ. രാകേഷും സുഹാസും കസേരകളിലിരുന്നു. അജയഘോഷ് ബെഡിൽ അഭിമുഖമായിട്ടിരുന്നു. ജോസൂട്ടി 4 കോഫി വേണമെന്ന് പറ. അതോ ചായയാണോ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അയാൾ രാകേഷിനെ നോക്കി. കോഫി മതി, രാകേഷ് പറഞ്ഞു. ജോസൂട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശരിക്കും എവിടെയാണ് രാകേഷിൻ്റെ വീട്? അജയഘോഷ് ചോദിച്ചു. തൃപ്പൂണിത്തറ. ഷൂട്ടിങ് പല ആവശ്യത്തിനായി ഞാൻ പലതവണ അവിടെ വന്നിട്ടുണ്ട്. പൂർണ്ണത്രിയൻ്റെ ക്ഷേത്രമുണ്ടല്ലോ, അതിനടുത്താണോ വീട്? അല്ല, വീട്ടിലേക്ക് 1/2 കിലോമീറ്റർ കൂടി പോകണം. വീട്ടിലാരൊക്കെയുണ്ട്? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസൂട്ടി വന്നു. പിന്നാലെ 4 കപ്പ് കാപ്പിയുമായി റെസ്റ്റ് ഹൗസിലെ പയ്യനും. നമുക്ക് ബാൽക്കണിയിൽ പോയിരിക്കാം. അവിടെ ആകുമ്പോൾ നല്ല വെളിച്ചവും ശുദ്ധവായും കിട്ടും. തെളിഞ്ഞ ചിന്തകൾക്ക് ഊർജം പകരാൻ പ്രകൃതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. മുറിയുടെ പിൻഭാഗത്തുള്ള ബാൽക്കണിയിലേക്ക് അവർ പോയി. കായലിന് അഭിമുഖമായിട്ടായിരുന്നു ബാൽക്കണി. ജോസൂട്ടി എവിടെ നിന്നോ 2 കസേരകൾ കൂടി സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. 4 പേരും ബാൽക്കണിയിലിരുന്നു. അജയഘോഷ് പറഞ്ഞത് ശരിയായിരുന്നു. കായലിൽ നിന്നും ഇളം തണുപ്പുള്ള ഒരു നേർത്ത കാറ്റ് ബാൽക്കണിയിലേക്ക് കയറി വന്നു. വെയിൽ വീണ കായലിലെ കുഞ്ഞോളങ്ങൾ വെള്ളി പോലെ തിളങ്ങുന്നു. കായലിൻ്റെ മറുകരയിലെ ബസ് സ്റ്റേഷൻ. റോഡിലൂടെ വാഹനങ്ങൾ കളിപ്പാട്ടങ്ങൾ പോലെ കടന്നു പോകുന്നുണ്ട്. പശ്ചാത്തലത്തിൻ്റെ പച്ചപ്പിൻ്റെ ഇടയിൽ പട്ടണത്തിൻ്റെ എടുപ്പുകൾ. ത്രിസന്ധിയുടെ കഥ ഒന്ന് പറയാമോ എന്ന് അജയഘോഷ് ആവശ്യപ്പെട്ടു. എന്നായിരുന്നു രാകേഷിൻ്റെ വിചാരം. പക്ഷെ അയാളിൽ നിന്നും വേറൊരു ചോദ്യമാണ് വന്നത്. വെറുതെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയാണ് ത്രിസന്ധ്യ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കഥാപാത്രത്തെ രാകേഷിന് അറിയാമായിരുന്നോ? MA തിരുവനന്തപുരത്താണ് പഠിച്ചത്. യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. രാകേഷ് പറഞ്ഞു. പാളയത്തുള്ള? അതെ. തിരുവനന്തപുരം നഗരവും സമീപ പ്രദേശമാണല്ലോ കഥയുടെ പശ്ചാത്തലം. അപ്പോൾ തന്നെ തോന്നി കുറച്ച് അനുഭവം അതിൽ കാണുമെന്ന് അജയഘോഷ് പറഞ്ഞു. ഹോസ്റ്റലിൽ എൻ്റെ തൊട്ടടുത്ത റൂമിലാണ് കഥയുടെ നായകനായ ഞാൻ പ്രസാദ് എന്ന് വിളിച്ചിരുന്ന പ്രസാദ് ചന്ദ്രൻ താമസിച്ചിരുന്നത്. അന്നവൻ എന്നെപ്പോലെ 22 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവനേക്കാൾ 2 വയസ്സ് പ്രായം കൂടുതലുള്ള ചിത്രലേഖ എന്ന യുവതി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെയാണ് കാര്യങ്ങൾ മുഴുവൻ തകിടം മറിയുന്നത്. ആരും ഒന്നും മിണ്ടിയില്ല. പ്രത്യക്ഷത്തിൽ ശാന്തമായൊരു തടാകം പോലെയായിരുന്നു പ്രസാദിൻ്റെ ജീവിതം. പക്ഷെ കുതിച്ചു തിമിർത്തു വരുന്ന ഒരു വലിയ വെള്ളച്ചാട്ടമായിരുന്നു ചിത്രലേഖ. രാകേഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അറിയാതെ കഥയിലേക്ക് കയറുകയായിരുന്നു. കായലോളങ്ങൾ വെയിലിൽ വെള്ളി ഉരുക്കിക്കൊണ്ടിരുന്നു. ഗുരുവായൂരിൽ അന്ന് 24 കല്യാണങ്ങളുണ്ടായിരുന്നു. 15ാമത്തേതായിരുന്നു ജ്യോതിയുടേത്. കല്യാണം കഴിഞ്ഞ് അടുത്തുള്ള ഒരു ഹോട്ടൽ റിസപ്ഷൻ കൊണ്ടുവന്ന സമ്മാനം കൂട്ടുകാർ ചേർന്ന് ജ്യോതിക്ക് കൊടുത്തു. വധുവേഷത്തിൽ ജ്യോതി സുന്ദരിയായിരുന്നു. വരനെ കണ്ട പോലീസ് സബ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുകയില്ല. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ഗുരുവായൂർ വരെ വന്നതല്ലേ, ആൻറ്റിക്ക് കൊടുക്കാൻ എന്തെങ്കിലും മേടിക്കണം. സമയം കാണുമോ? റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ദുവിനോട് സുസ്മിത ചോദിച്ചു. 3 മണിക്കല്ലേ വണ്ടി? ഇവിടുന്ന് 2 മണിക്ക് തിരിച്ചാലും ട്രെയിനിൽ കിട്ടും. ഇപ്പോൾ 1 മണിയായതല്ലേ ഉള്ളൂ, ഇന്ദു പറഞ്ഞു. എന്നാൽ നമുക്ക് 2 പേർക്കും കൂടി പോയിട്ട് വരാം. ശ്രീലക്ഷ്മിയും മനോജും സുഹൃത്തുക്കളും ഒത്ത് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഉടനെ വരാം എന്ന് ശ്രീലക്ഷ്മിയോട് പറഞ്ഞിട്ട് 2 പേരും കൂടി അമ്പലത്തിലേക്ക് പോയി. നിരനിരയായി കരകൗശല സ്റ്റാളുകൾ. എന്ത് വാങ്ങിക്കണമെന്ന് ഒരു പിടിയുമില്ല എന്തു. എല്ലാം കണ്ട് സുസ്മിത ആശയക്കുഴപ്പത്തിലായി. കൃഷ്ണനെ തന്നെ കൊണ്ടുപോകൂ. ആൻറ്റിക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുക, ഇന്ദു പറഞ്ഞു. ശരിയായ തീരുമാനം അതാണെന്ന് ഉടൻ തന്നെ സുസ്മിതയ്ക്ക് മനസ്സിലായി. അത്ര വലുതല്ലാത്തൊരു കൃഷ്ണപ്രതിമ തന്നെ അവൾ വാങ്ങി. മുരളി ഓതി പീലിത്തിരുമുടിയുമായി നിൽക്കുന്ന പീതാംബരധാരിയായ കാർവർണ്ണൻ. നന്നായി പാക്ക് ചെയ്ത് അവർ കൊടുത്തു. വീണ്ടും നാട്ടിലേക്ക്. 2 മണിയാകാൻ 15 മിനിറ്റ്. നമുക്ക് പോയാലോ? സുസ്മിത ചോദിച്ചു. വണ്ടി എവിടെ എത്തിന്ന് നോക്കാം. ഇന്ദു മൊബൈലിൽ വേണാടിൻ്റെ സമയം നോക്കി. 1 മണിക്കൂർ ലേറ്റാണ്, അവൾ പറഞ്ഞു. അപ്പോൾ എറണാകുളത്ത് എപ്പോഴെത്തും വണ്ടി? 6 മണി. എന്താ പേടിയുണ്ടോ? ഇന്ദു ചോദിച്ചു.
എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ വീട്ടിലിരുന്ന് വിധുവാൻ്റെ വിഷമിക്കും, അവൾ പറഞ്ഞു. എന്തായാലും ഇപ്പം തന്നെ നമുക്ക് പോകാം ഇന്ദു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ശ്രീലക്ഷ്മി പറഞ്ഞു. ജ്യോതിയോട് യാത്ര പറഞ്ഞ് അവർ ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ടു. പാട്ട് കേൾക്കാനായി ഇന്ദു കാറിലെ FM റേഡിയോ ഓൺ ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ വാർത്ത വന്നത്. ഉച്ചയ്ക്ക് 12:30 വടക്കാഞ്ചേരി സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി ഇരുവശത്തേക്കുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. 5 മണിയോടെ തീവണ്ടികൾ വീണ്ടും ഓടിത്തുടങ്ങുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നു. വേണാട് വൈകുമല്ലോ അപ്പോൾ, മനോജ് പറഞ്ഞു. അതെ, ട്രെയിൻ തൃശ്ശൂർ വരുമ്പോൾ 6 മണിയാകും, ഇന്ദു പറഞ്ഞു. അതായത് ട്രെയിൻ എറണാകുളത്തെത്തുമ്പോൾ 7:30 or 8 ആകും. അറിയാതെ സുസ്മിത ഒന്ന് ഞെട്ടി. അധ്യായം 19. സുസ്മിത മുഖം തിരിച്ച് ഇന്ദുവിനെ നോക്കി. ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇന്ദു. ബാക്ക് സീറ്റിലിരുന്ന മനോജും ശ്രീലക്ഷ്മിയും എന്തോ കളി പറഞ്ഞു ചിരിക്കുന്നു. നമ്മളെപ്പോൾ തൃശ്ശൂർ ചെല്ലും, സുസ്മിത ചോദിച്ചു. 3 മണിക്ക് മുമ്പെത്തും. വേണാട് വരുമ്പോൾ 5 മണിയാകുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ബസ്സിൽ പോയാലോ? നേരത്തെ എറണാകുളത്തെത്താലോ, സുസ്മിത പറഞ്ഞു. ഇന്ന് സൺഡേ അല്ലേ, സീറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. ബസ് കിട്ടി അങ്ങ് ചെല്ലുമ്പോൾ 7 മണിയെങ്കിലും ആകും. അതിലും നല്ലത് ട്രെയിനിൽ പോകുന്നതാ, ഇന്ദു പറഞ്ഞു. എന്തിനാ സുസ്മിത പേടിക്കുന്നത്? 7 മണി കഴിയുമ്പോഴേക്ക് നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തും. ബസ്സിൽ പോയാലും അവിടുന്ന് ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ്ടേ? അവിടെയല്ലേ തൻ്റെ കാറ് കിടക്കുന്നത്, പിന്നിൽ നിന്നും മനോജ് പറഞ്ഞു. ടിക്കറ്റ് റിസർവ് ചെയ്തല്ലേ, നമുക്ക് വേണാട് തന്നെ പോകാം, അതാണ് സുഖം. ലേറ്റായാൽ ഞങ്ങളും കൂടെ വരാം വീട്ടിലേക്ക്, പോരെ, ശ്രീലക്ഷ്മി പറഞ്ഞു. അതോടെ സുസ്മിതയ്ക്ക് കുറച്ച് ധൈര്യം കിട്ടി. എറണാകുളത്ത് നിന്നും തൃപ്പൂണിത്തറ വരെ പോകാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പതിവായി പോകുന്ന വഴിയാണ്. മാത്രമല്ല, വിളിച്ചു പറഞ്ഞ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കും. ജ്യോതികയുടെ ഹസ്ബൻഡിനെ കണ്ട പോലീസ് ഓഫീസറാണെന്ന് തോന്നുമോ, പെട്ടെന്ന് പിന്നിൽ നിന്നും ശ്രീലക്ഷ്മി ചോദിച്ചു. ഇല്ല, സത്യം, ഹി ഹാസ് ദി ലുക്സ് ഓഫ് എ പോളിഷ്ഡ് ജെന്റിൽമാൻ, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇന്ദു പറഞ്ഞു. പോലീസ് ഓഫീസേഴ്സ് ജെന്റിൽമാൻ അല്ലെന്നാണോ? ഉടൻ മനോജ് പ്രതികരിച്ചു. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, പൊതുവെ ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ അവർ. കുറച്ച് ഫിറ്റ്നസ് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ ഉണ്ടാവും, മാത്രമല്ല മുഖത്തും കാണാറുണ്ട്. പക്ഷെ പുള്ളി ക്ലീൻ ഷേവ് ചെയ്ത് സിനിമാ നടനെ പോലെ ഇരിക്കുന്നു, ഇന്ദു തിരുത്തി. അത് ശരിയാ, പോലീസാണെങ്കിൽ മീശ വേണം, അത് പൗരുഷം കൂട്ടുകയുള്ളൂ, ശ്രീലക്ഷ്മി പറഞ്ഞു. രക്ഷപ്പെട്ടു, എനിക്കെന്തായാലും മീശയുണ്ട്, തമാശ മട്ടിൽ മനോജ് പറഞ്ഞു. കാറിനുള്ളിൽ കളിയും ചിരങ്ങിയും മുഴങ്ങി. സുസ്മിതയ്ക്ക് മാത്രം അവരോടൊപ്പം ചേരാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. ജ്യോതിയുടെ ഹസ്ബൻഡിൻ്റെ പേര് പോലും ഒരു പോലീസ് ഓഫീസർക്ക് യോജിച്ചതല്ല, നിർമ്മൽ. പുള്ളി ഒരു കോളേജ് ലെക്ചറോ ബാങ്ക് ഓഫീസറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ആകേണ്ടതാണ്, ഇത് പറഞ്ഞു. പക്ഷെ ജ്യോതിക്ക് ഒരു പ്രശ്നമില്ല. ഹസ്ബൻഡ് പോലീസ് ഓഫീസറാണെങ്കിൽ ലൈഫിൽ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്, ശ്രീലക്ഷ്മി വെളിപ്പെടുത്തി. സുസ്മിത എന്താ മിണ്ടാതിരിക്കുന്നത്? അവളുടെ മൗനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇന്ദു ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുസ്മിതയ്ക്ക് പ്രപ്പോസൽ വല്ലതും വരുന്നുണ്ടോ? പെട്ടെന്ന് മനോജ് ചോദിച്ചു. അതെന്താ നീ അവളുടെ കാര്യം മാത്രം ചോദിച്ചേ? തലതിരിക്കാതെ ഇന്ദു ചോദിച്ചു. അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്, അയാൾ പറഞ്ഞു. എന്ത് രഹസ്യം? ശ്രീലക്ഷ്മിക്ക് അറിയാൻ താല്പര്യമായി. കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിൽ IAS കിട്ടിയ ഒരു ഫ്രണ്ടുണ്ട് എനിക്ക്. ഉടനെ അവന് സബ് കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടും. അവൻ സുസ്മിതയുടെ കാര്യം എന്നോട് ചോദിച്ചു. മനോജ് പറഞ്ഞത് കേട്ട് വെറുതെ ഇരുന്നതേ ഉള്ളൂ സുസ്മിത. അയാൾക്ക് ഇവിടെ എങ്ങനെ അറിയാം? ഇന്ദു ചോദിച്ചു. സുസ്മിത എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടല്ലേ, ഫോട്ടോ കണ്ടിട്ടാണ് എന്നോട് തിരക്കിയത്. ചോദിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അവളുടെ അച്ഛനെ നമ്പർ മേടിച്ച് നീ പുള്ളിക്ക് കൊടുക്ക്, പെട്ടെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു. അതൊന്നും വേണ്ട, സുസ്മിത ആദ്യമായി ശബ്ദിച്ചു. അതെന്താ? അച്ഛൻ വേറെ ഏതോ പ്രപ്പോസൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവൾ പറഞ്ഞു. അതാരാ? അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അജിത്തിൻ്റെ കാര്യം കൂട്ടുകാരോട് സൂചിപ്പിക്കേണ്ടി വന്നു. വെരി ഗുഡ്, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് സുശക്തമാവുകയാണ്. ഒരു അത്യാവശ്യം വന്നാൽ ധൈര്യപൂർവ്വം സമീപിക്കാൻ പോലീസും വക്കീലുമുണ്ട്, മനോജ് പറഞ്ഞു. ശ്രീലക്ഷ്മി ഇന്ദുവും അത് കേട്ട് ചിരിച്ചു. സുസ്മിത നിശബ്ദയായിട്ട് ഇരുന്നതേ ഉള്ളൂ. തൃശ്ശൂർ ലക്ഷ്യമാക്കി അപ്പോഴും കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. വിശപ്പും അനുഭവപ്പെട്ടില്ല. 2 മണി കഴിഞ്ഞ് വാച്ചിൽ നോക്കിയിട്ട് അജയഘോഷ് പറഞ്ഞു. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ജോസൂട്ടി ചോദിച്ചു. പിന്നെ വേണ്ടേ, നമുക്ക് ചിന്നക്കടയിലേക്ക് പോകാം. കൊല്ലത്തുണ്ടെങ്കിൽ അവർ പതിവായിട്ട് പോകുന്ന ഒരു ഹോട്ടലുണ്ട്, ചിന്നക്കടയിൽ.
നീണ്ടകരയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന നല്ല മത്സ്യം കൊണ്ടുള്ള വിഭവങ്ങൾ കിട്ടും അവിടെ. അതായിരുന്നു പ്രധാന ആകർഷണം. അജയ് ഘോഷുമായി സംസാരിച്ചതിൽ നിന്നും പുതിയ അറിവുകളാണ് രാകേഷിന് കിട്ടിയത്. വായന എന്ന മാധ്യമവും കാഴ്ചയിൽ പ്രതിഭാസവും തമ്മിലുള്ള വ്യത്യാസം ചില ഉദാഹരണങ്ങളുണ്ട് അജയ് ഘോഷ് വ്യക്തമാക്കിയത്. രാകേഷിന് അത്ഭുതപ്പെടുത്താതിരുന്നില്ല. റാംപുട്ടി റെസ്റ്റ് ഹൗസിൽ നിന്നും അവരിറങ്ങി. എത്ര മണിക്കാണ് തിരിച്ചുള്ള വണ്ടി? അജയ് ഘോഷ് ചോദിച്ചു. 3:30 മണിയോടെ ചെന്നൈ മെയിൽ വരും, സുഹാസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം, അജയ് ഘോഷും പറഞ്ഞു. രാകേഷിനോടൊപ്പം അയാൾ കാറിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. ജോസിയുടെ കൂടെ സുഹാസ് മുന്നിലാണ് കയറിയത്. അവർ ചിന്നക്കടയിൽ പോയി. കോഴിക്കോട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് പ്രൊഡ്യൂസർ. വിളിച്ചു ചോദിച്ചിട്ട് അദ്ദേഹം ഫ്രീ ആണ് എന്ന് പറയുന്ന ദിവസം ഞാൻ കോഴിക്കോട്ടേക്ക് പോകും, കഥ പറയാൻ അജയ് ഘോഷ് പറഞ്ഞു. ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? മുന്നിലിരുന്നു കൊണ്ട് സുഹാസ് തിരിഞ്ഞു നോക്കി. അതിൻ്റെ ആവശ്യമില്ല, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അദ്ദേഹം ഒന്നാം തരം ബിസിനസ്സുകാരനാണെങ്കിലും ഒന്നാം തരം സഹൃദയനുമാണ്. അതുകൊണ്ട് കഥ കൺവിൻസ് ചെയ്യാൻ ഞാനായാലും മതി. കാറ് ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. നഗരത്തിൻ്റെ നടുവിലാണെങ്കിലും ശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ചുറ്റും ചെടികളും മരങ്ങളും വളർന്നു നിൽക്കുന്നു. രാകേഷ് ഹോട്ട് കഴിക്കുമോ? അല്പം മടിച്ചാണെങ്കിലും അജയ് ഘോഷ് ചോദിച്ചു. താങ്ക്സ്, ഇല്ല, പുഞ്ചിരിയോടെ രാകേഷ് പറഞ്ഞു. സിനിമയിൽ ഡ്രിങ്ക്സ് കഴിക്കാത്തവർ കുറവാണ്. കഴിച്ചു പോകുന്നതാണ് വർക്ക്, ടെൻഷൻ, ഷൂട്ടിംഗ് സമയത്ത് ശാരീരികമായിട്ടുള്ള ക്ഷീണം. നമുക്കൊരു ബീർ കഴിച്ചാലോ? ഞാൻ കൂടെ ഇരിക്കാം, രാകേഷ് പറഞ്ഞു. അവർ ബാറിലേക്കാണ് പോയത്. ബീർ കഴിക്കാൻ സുഹാസും കൂടി. 3 പേരാണ് ജോസൂട്ടി ഓർഡർ കൊടുത്തത്. രാകേഷ് ഫ്രഷ് ലൈം ജ്യൂസും. ലൊക്കേഷൻ തിരുവനന്തപുരം തന്നെ ആയാലോ എന്നാണ് എൻ്റെ ആലോചന. രാജഭരണകാലത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. നമുക്കത് കഥയോട് യോജിക്കുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, അജയ് ഘോഷ് പറഞ്ഞു. തലകുലുക്കിയതല്ലാതെ രാകേഷ് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് അജയ് ഘോഷിനൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് ഞായറാഴ്ചയല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വലിയ ക്യൂ ആയിരിക്കും. നീ ജാഫറിനെ വിളിച്ച് 2 ടിക്കറ്റ് എടുത്തു വെക്കാൻ പറയാം. അയാളെ ജോസ് കുട്ടിക്ക് നിർദ്ദേശം കൊടുത്തു. 2 തൃപ്പൂണിത്തറ മതി, സുഹാസ് പറഞ്ഞു. ജോസൂട്ടി അപ്പം തന്നെ ജാഫറിനെ വിളിച്ചു. റെയിൽവേ സ്റ്റേഷനിലാണ് ജാഫർ. കുറച്ച് സിനിമാ ഭ്രാന്തുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിലെ ചെറിയ വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുഞ്ചിരിയോടെ അജയ് ഘോഷ് പറഞ്ഞു. ടിക്കറ്റ് ഓക്കെ, ജാഫറിനെ വിളിച്ചു കഴിഞ്ഞ് ജോസൂട്ടി പറഞ്ഞു. പിന്നെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് ഊണ് കഴിച്ചു. മീൻകറിയും പൊരിച്ചതും പീര വറ്റിച്ചതും. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ സിനിമയെക്കുറിച്ച് സംസാരിച്ചില്ല. ഭക്ഷണം തന്നെയായിരുന്നു വിഷയം. 3 മണി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ രാകേഷിനോടൊപ്പം അജയ് ഘോഷും കാറിൽ നിന്ന് ഇറങ്ങി. വൈകാതെ നമ്മൾ വീണ്ടും കാണും. അപ്പോഴേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കും. സാധിച്ച എറണാകുളത്ത് വെച്ച് നമ്മൾ കാണാൻ ശ്രമിക്കാം, അയാൾ പറഞ്ഞു. ഓ, കാണാം. അയാൾ രാകേഷിനെ കൈപിടിച്ച് കുലുക്കി. അപ്പോഴേക്കും കറുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തെത്തി. ആ, ജാഫർ വന്നല്ലോ. ഭവ്യതയോടെ അയാൾ അജയ് ഘോഷിന് മുമ്പിൽ വന്നു നിന്നു. നമസ്കാരം സർ. ജാഫറെ, ഇതാരാണെന്ന് മനസ്സിലായോ? രാകേഷ്. നമ്മുടെ അടുത്ത പടത്തിൻ്റെ കഥ രാകേഷിൻ്റെതാണ്. സന്തോഷം സർ. രാകേഷിനെ ജാഫർ തൊഴുതു. അയാൾ കൊണ്ടുവന്ന ടിക്കറ്റ് വാങ്ങി സുഹാസിനെ ജോസൂട്ടി ഏൽപ്പിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അജയ് ഘോഷും ജോസൂട്ടിയും യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. ഞായറാഴ്ച ആയത് കാരണം ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അവർ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. നിനക്കിപ്പോൾ ഒരു ത്രില്ല് അനുഭവപ്പെടുന്നില്ലേ? സുഹാസ് ചോദിച്ചു. എന്ത് ത്രില്ല്? ആദ്യത്തെ നോവൽ തന്നെ സിനിമയാക്കുമ്പോൾ അതിൻ്റെ ഒരു രാകേഷ് ചിരിച്ചു. സിനിമയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നടന്നു എന്ന് പറയാം. ഒരു കൂടിക്കാഴ്ച മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. ഇതുപോലെ എത്ര ചർച്ചകളും ഷൂട്ടിംഗ് എഡിറ്റുകളും കഴിഞ്ഞ സിനിമകൾ വരെ തിയേറ്റർ കാണാതെ കിടക്കുന്നു. നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെടാ. സുഹാസിന് അരിശം വന്നു. ശരി, നിനക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താണ്? അജയ് ഘോഷ് കഴിവുള്ള ഒരു സംവിധായകനാണ്. അയാളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാകേഷ് പറഞ്ഞു തീരും മുമ്പേ വണ്ടിയുടെ അനൗൺസ്മെൻറ്റ് കണ്ടു. കണ്ടില്ലേ? നല്ല ശുഭകരമായ അറിയിപ്പ്. നമ്മുടെ വണ്ടി വരുന്നു. അതായത് നമ്മുടെ പ്രതീക്ഷ പൂവണിയുമെന്നർത്ഥം, സുഹാസ് പറഞ്ഞു. രാകേഷ് പൊട്ടിച്ചിരിച്ചു. മണി 3:30. എറണാകുളം ജംഗ്ഷൻ പാർക്കിംഗ് ഏരിയയിൽ അൽഫോൺസിൻ്റെ ബൈക്ക് വന്നു.
പിന്നിലിരുന്ന ജെറിയാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. തൃശ്ശൂരിൽ നിന്നും ആദ്യം വരുന്ന ട്രെയിൻ ഏതാണെന്ന് നോക്കാം, ജെറി പറഞ്ഞു. രണ്ടുപേരും കൂടി എൻക്വയറി കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷെ പതിവില്ലാത്തൊരു അസ്വാഭാവികത. അവർ ചെന്നപ്പോൾ വൈകി ഓടുന്ന വണ്ടികളുടെ മുന്നറിയിപ്പുകൾ എഴുതിയിരുന്ന ബോർഡിന് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. ജെറി എത്തി വലിഞ്ഞു നോക്കി. എടാ, തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള എല്ലാ വണ്ടികളും ലേറ്റായി. ആദ്യം വരുന്നത് വേണാട് 7:15. ബോർഡ് വായിച്ച് ജെറി പറഞ്ഞു. അൽഫോൺസിനെയും കൊണ്ട് ജെറി മാറി നിന്ന് സംസാരിച്ചു. ഇതാണ് നമ്മൾ കാത്തിരുന്ന ചാൻസ്. അൽഫോൺസ് മൂളി. അങ്കിളിനെ വിളിച്ച് വിവരം അറിയിക്കണ്ടേ? നീ വിളിക്ക്. അങ്കിള് പറയുന്ന പോലെ ചെയ്താൽ മതി. അബദ്ധങ്ങളൊന്നും സംഭവിക്കരുത്. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ, അൽഫോൺസ് പറഞ്ഞു. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കൂടെ. നീ കൂടെ നിന്നാൽ മാത്രം മതി. അവർ വീണ്ടും ബൈക്കിൻ്റെ അടുത്ത് നിന്നു. ജെറി മൊബൈലിൽ ഫെഡറിക്കിനെ വിളിച്ചു. അങ്കിളെ, അവൾ വരുമ്പോൾ ഇരുട്ടിക്കഴിയും. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഫെഡറിക്ക് ചോദിച്ചു. തൃശ്ശൂരിനപ്പുറത്ത് വണ്ടി പാളം തെറ്റിയെന്നാണ് അറിഞ്ഞത്. അറൈവൽ ടൈം 7:15 എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. പക്ഷെ കൂടുതൽ ലേറ്റാകാനാണ് സാധ്യത. ഗുഡ്. അൽഫോൺസ് ഉണ്ടോ കൂടെ? അടുത്ത് ആരും ഇല്ലെങ്കിൽ ഫോൺ സ്പീക്കറിലിട്, ഫെഡറിക്ക് ആവശ്യപ്പെട്ടു. സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ജെറി ലൗഡ് സ്പീക്കറിലിട്ടു. അൽഫോൺസ് അല്ലേ അവളുടെ വീട്ടിൽ പോയത്? ഫെഡറിക്ക് ചോദിച്ചു. അതെ. പോകുന്ന റൂട്ടിൽ ആൾസഞ്ചാരം കുറവുള്ള ഭാഗമുണ്ടോ? സിറ്റി കഴിഞ്ഞ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് കയറി കരിങ്ങാച്ചിറയിലേക്ക് പോകുമ്പോൾ ഇരട്ടവരി പാതയാണ്. പക്ഷെ 1/2 കിലോമീറ്ററോളം റോഡിൻ്റെ ഇരുവശത്തും പൊന്തക്കാടുകളാണ്. ആ ഭാഗത്ത് കാടോ വീടോ ഒന്നുമില്ല, അൽഫോൺസ് പറഞ്ഞു. മനസ്സിലായി. ആ ഭാഗമാണ് നല്ലത്. റോഡിൻ്റെ ഓരം ചേർന്ന് കാറ് പാർക്ക് ചെയ്താൽ മതി. 5 മിനിറ്റോളം ഫെഡറിക്ക് അവരോട് സംസാരിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലെന്നും അയാൾ വിശദമായി പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞാൽ അവളെ കാറിൽ തന്നെ ഉപേക്ഷിച്ച് എത്രയും വേഗം സ്ഥലം വിടണം. അതുവരെ ഒരാൾ പുറത്ത് കാവലുണ്ടാകണം. അൽഫോൺസ് മൂളി. ആ ഭാഗത്ത് രാത്രിയിൽ വണ്ടി നിർത്തി ആരും കാര്യം അന്വേഷിക്കാൻ മെനക്കെടാറില്ല. ചോദിച്ചാൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നും മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്യുകയാണെന്നും പറയണം. ശരിയെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ എന്നെ വിളിക്കണം. അധിക ദൂരെയല്ലാതെ ഞാനും ഉണ്ടാകും. സംസാരം അവസാനിച്ചപ്പോൾ ജെറി കോള് കട്ട് ചെയ്തു. 3:30 ആയതല്ലേ ഉള്ളൂ. ഇനി 4 മണിക്കൂറെങ്കിലും കഴിയണം. നമുക്ക് ബാറിലേക്ക് പോകാം, അൽഫോൺസ് പറഞ്ഞു. ബിയർ മാത്രം മതി, അല്ലെങ്കിൽ ചിലപ്പോൾ. ബൈക്കെടുത്ത് അവർ തൊട്ടടുത്ത ബാറിലേക്ക് പോയി. ഇന്ദുവിൻ്റെ വീട്ടിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് വിധുബാലയുടെ വിളി വന്നത്. ഹലോ ആൻറ്റി, സുസ്മിത പെട്ടെന്ന് കോൾ എടുത്തു. നീ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇപ്പോഴാണ് മിസ് കോൾ കണ്ടേ. എവിടെ എത്തി നീ? ട്രെയിൻ ലേറ്റാണ്. ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ ഇന്ദുവിൻ്റെ വീട്ടിലാണ്. അവിടെ വരുമ്പോൾ 2 മണിക്കൂറെങ്കിലും ലേറ്റാവും. അത് പറയാനാണ് ഞാൻ നേരത്തെ വിളിച്ചത്. അയ്യോ, 2 മണിക്കൂറോ? അപ്പോൾ വീട്ടിലെത്തുമ്പോൾ 8 മണി കഴിയുമല്ലോ, പരിഭ്രമത്തോടെ വിധുബാല പറഞ്ഞു. സാറില്ല, ഞാൻ വന്നോളാം. അല്ല, സന്ധ്യ കഴിഞ്ഞ് നീ ഇതുവരെ തനിച്ച് യാത്ര ചെയ്തിട്ടില്ലല്ലോ മോളെ. ആ നേരത്ത് നല്ല ട്രാഫിക് ആയിരിക്കും. രാത്രി ഡ്രൈവ് ചെയ്ത് നിനക്ക് പരിചയമില്ലല്ലോ. അതാ എൻ്റെ പേടി. അത് സാരമില്ല, അച്ഛനോട് വിവരം പറഞ്ഞേക്കണേ. വിജയേട്ടൻ ഇവിടെ ഇല്ല. ഓഫീസിലുള്ള ഒരു സ്റ്റാഫിന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എന്നറിഞ്ഞ് മൂവാറ്റുപുഴയിലേക്ക് പോയിരിക്കുക. എന്നാ പറയണ്ട, വീട്ടിൽ വന്നിട്ട് വിളിച്ചോളാം. ശരി മോളെ, ട്രെയിനിൽ കയറുമ്പോൾ വിളിക്കണേ. വിളിക്കാം ആൻറ്റി. ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമായിരുന്നു അവർ. ഇന്ദുവിൻ്റെ അമ്മ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാവ സ്ത്രീ. നല്ല ഐശ്വര്യമാണ് ഇന്ദുവിൻ്റെ അമ്മയെ കാണാൻ. ടീച്ചറാണ്, സുമംഗല. വീട്ടിൽ നിന്നാണോ വിളിച്ചത്? മനോജ് ചോദിച്ചു. ആൻറ്റി. മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദു. നമുക്കുടനെ ഇവിടെ നിന്ന് ഇറങ്ങണം. വടക്കാഞ്ചേരി വിട്ടുവണ്ടി, അവൾ പറഞ്ഞു. ഇവിടെ എത്ര മണിക്ക് വരും? 5:41 എന്നാണ് കാണിക്കുന്നത്. 5 മണി കഴിഞ്ഞിരുന്നു അപ്പോൾ സമയം. എല്ലാവരും പോകാൻ തയ്യാറായി. ഇനി എന്നാണ് എല്ലാവരും ഈ വഴിക്ക്? സുമംഗലി ടീച്ചർ ചോദിച്ചു. ഇന്ദുവിൻ്റെ കല്യാണത്തിന്, ശ്രീലക്ഷ്മി പറഞ്ഞു. വടക്കുന്നാഥനോട് എന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഭാഗ്യം പോലെ. എല്ലാവരും ചിരിച്ചു. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. സ്റ്റേഷനിൽ വന്നപ്പോൾ നല്ല തിരക്ക്. നേരത്തെയുള്ള വണ്ടികളിൽ പോകാനുള്ളവർ കാത്തു നിൽക്കുകയാണ്. 5:45 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വേണാട് എക്സ്പ്രസ് വന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് സീറ്റ് കിട്ടി. അവർ യാത്ര അയച്ച ശേഷമാണ് ഇന്ദു മടങ്ങിയത്. ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലെത്തിയപ്പോൾ മണി 7:30 കഴിഞ്ഞു. നീ തനിച്ചു പോവോ അതോ ഞങ്ങൾ വരണോ? ശ്രീലക്ഷ്മി ചോദിച്ചു. ഞാൻ പോയിക്കോളാടാ, സുസ്മിത പറഞ്ഞു. മനോജ് ബൈക്കിൽ എന്നെ ഹോസ്റ്റലിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ പോയിക്കോളൂ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ.
വിളിക്കാം. സുസ്മിത പാർക്കിംഗ് ഏരിയയിൽ ചെന്നു. ആ ഭാഗത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്നു. അവർ കാറിൽ കയറിയിരുന്നു. ഒന്നൊന്നായി കാറുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അവളും കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അൽഫോൺസും ചെറിയും അല്പം അകലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സുസ്മിതയുടെ കാറിൻ്റെ പിന്നാലെ ചെന്നു. അധ്യായം 20. ഞായറാഴ്ച ആയിരുന്നെങ്കിലും രാത്രിയിൽ ആ നേരത്ത് മെയിൻ റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ഉണ്ടായില്ലെങ്കിലും വളരെ സാവധാനമാണ് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചതിലും വൈകുമെന്ന് സുസ്മിതയ്ക്ക് തോന്നി. വിധുവാൻ്റെ ഇപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ വിളിക്കണമെന്ന് ആൻറ്റി പറഞ്ഞിരുന്നു. വിളിക്കാൻ മറന്നു. അവൾ കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. വണ്ടി കടവന്ത്രയിലെത്തിയപ്പോൾ വിധുബാലയുടെ വിളി വന്നത്. കോൾ അറ്റൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചെങ്കിലും തീരുമാനം പെട്ടെന്ന് മാറ്റി. ഫോൺ എടുത്തില്ലെങ്കിൽ ആൻറ്റി പേടിക്കും. ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അവൾ കോൾ എടുത്തു. ഹലോ ആൻറ്റി, നീ എവിടെ എത്തി മോളെ? പരിഭ്രാന്തിയോടെ വിധുബാല തിരക്കി. ഞാൻ വണ്ടി ഓടിക്കാം ആൻറ്റി, കടവന്ത്രയിലെത്തി. ശരി ശരി, നീ വിളിക്കുന്ന കാത്തിരിക്കുമായിരുന്നു ഞാൻ. ധൃതി കാരണം വിളിക്കാൻ മറന്നുപോയതാ. അച്ഛൻ വന്നോ? ഇല്ല, വിജയേട്ടൻ മൂവാറ്റുപുഴയിൽ നിന്നും തിരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു ട്രെയിൻ ലേറ്റാണെന്ന്. വരുമ്പം വിളിക്കണമെന്ന് പറഞ്ഞു വിജയേട്ടൻ. ആൻറ്റി ഫോൺ വച്ചേക്ക്, ഞാൻ വന്നേക്കാം, അവൾ പറഞ്ഞു. ശരി മോളെ, പതിയെ വന്നാൽ മതി, സ്പീഡ് വേണ്ട. സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല, അതുപോലെയാണ് ട്രാഫിക്. വൈറ്റ് ലൈനിലെത്തിയപ്പോൾ സിഗ്നലിന് വേണ്ടി അല്പസമയം കൂടി കാത്തു കിടക്കേണ്ടി വന്നു. പിന്നെ നേരെ തൃപ്പൂണിത്തറ റോഡിലേക്ക് കയറി. 2 ചെറുപ്പക്കാർ ബൈക്കിൽ പിന്തുടരുന്നത് സുസ്മിത അറിഞ്ഞതേയില്ല. അപ്പോഴാണ് വിജയേന്ദ്രൻ്റെ വിളി വന്നത്. അവൾ ഉടനെ തന്നെ റോഡരികിലേക്ക് കാറ് നിർത്തിയിട്ട് കോൾ എടുത്തു. അവളുടെ കാറ് നിർത്തുമെന്ന് ഒരു വിചാരവുമില്ലാതിരുന്ന അൽഫോൺസ് വേഗത കുറയ്ക്കാതെ കാറിനെ കടന്ന് കുറേ മുമ്പിൽ സൈഡ് ഒതുക്കി ബൈക്ക് നിർത്തി. അച്ഛാ, എവിടെ എത്തി മോളെ? വിജയേന്ദ്രൻ ചോദിച്ചു. വൈറ്റില കഴിഞ്ഞോ? ഓ, അവിടെ വരെയായോ? ട്രെയിൻ ലേറ്റ് ആണെന്ന് വിധു വിളിച്ചു പറഞ്ഞിരുന്നു. തിരക്കാരണം നിന്നെ ഒന്ന് വിളിക്കാനും സാധിച്ചില്ല. അത് സാരില്ല, പോയ കാര്യം എന്തായി? അവൾ ചോദിച്ചു. ബാജുവിൻ്റെ തലയ്ക്ക് ഇഞ്ചറി ഉണ്ടേ, സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാം. വിളിക്കാം അച്ഛാ. വിജയേന്ദ്രൻ കോള് കട്ട് ചെയ്തു. സുസ്മിത കാറ് വീണ്ടും മുന്നോട്ടെടുത്തു. പരിചിതമായ റോഡിലെത്തിയപ്പോൾ അവൾക്ക് ആശ്വാസമായി. ട്രാഫിക് കുറവ്. തൃപ്പൂണിത്തറയിലെത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കാറ് റെയിൽവേ സ്റ്റേഷനിലെ റോഡിലേക്ക് കയറി. അപ്പോഴേക്ക് പ്രൈവറ്റ് ബസ്സുകളുടെ ഓട്ടം നിലച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രം കാറുകളും 2 വീലറും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കാറ് റെയിൽവേ ഓവർബ്രിഡ്ജ് കയറി അല്പദൂരം കൂടി ഓടിയപ്പോഴാണ് ഒരു ബൈക്ക് നിർത്താതെ ഹോൺ മുഴക്കി മുന്നിൽ നിന്നും പാഞ്ഞു വന്നത്. അവൾ കാറ് സൈഡിലേക്ക് ഒതുക്കി ബൈക്കിന് കയറിപ്പോകാൻ ഇടം കൊടുത്തു. ബൈക്ക് കാറിൻ്റെ മുമ്പിൽ കയറി. റോഡിൻ്റെ ഇരുവശത്തും പൊന്തക്കാടുകളാണ്. കാടുകൾക്കപ്പുറം വയൽ, വിജനമായ പ്രദേശം. പെട്ടെന്നാണ് റോഡിൻ്റെ എതിർവശത്തു നിന്നൊരു ടെമ്പോ വാൻ പാഞ്ഞു വന്നത്. അതിന് സൈഡ് ഇഴുക്കാനെന്ന പോലെ ബൈക്ക് കാറിൻ്റെ മുന്നിലേക്ക് കയറി. ടെമ്പോ വാൻ കടന്നു പോയപ്പോൾ ബൈക്കിൻ്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു. സുസ്മിത അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ വേഗം ബ്രേക്ക് പിടിച്ചെങ്കിലും കാറ് നിൽക്കും മുമ്പ് ബൈക്കിൽ ചെറുതായിട്ടൊന്ന് മുട്ടി. ബൈക്ക് ഒരു വശത്തേക്ക് മറഞ്ഞു. ചെറുപ്പക്കാർ 2 പേരും നിലത്ത് വീണു. സുസ്മിത ഞെട്ടിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവളൊരു നിമിഷം നിശ്ചലായിരുന്നു. അതുവരെ ഒരു സൈക്കിളിൽ പോലും വണ്ടി മുട്ടിയിട്ടില്ല. ആദ്യത്തെ ആക്സിഡൻറ്റ്. ചെറുപ്പക്കാരിൽ ഒരാൾ മെല്ലെ എഴുന്നേൽക്കുന്നതും ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു. നിലത്ത് വീണ് കിടക്കുന്ന കൂട്ടുകാരനെ അയാൾ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചു. സഹായത്തിനായി സുസ്മിത വേഗം കാറിൻ്റെ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. 2-3 വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. പൊന്തക്കാടുകൾക്കപ്പുറം കൂരാക്കൂരെടുത്ത് അവൾ വേഗം അവരുടെ അടുത്തേക്ക് നിന്നു. സോറി, പെട്ടെന്ന് ബൈക്ക് നിർത്തുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്തെങ്കിലും പറ്റിയോ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവൻ്റെ കാലിലാണ് ബൈക്ക് വീണത്. ഫ്രാക്ചർ കാണും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അൽഫോൺസ് നിർത്തി പറഞ്ഞു. അവൾക്ക് മുഖം കൊടുക്കാതെയാണ് അയാൾ സംസാരിച്ചത്. നിലത്ത് വീണ് കിടന്നിരുന്ന ജെറിയെ സുസ്മിതയുടെ സഹായത്തോടെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. 2 പേരുടെയും തോളിൽ കൈയൊഴിച്ച് അയാളെ ഏന്തി നടത്തിച്ച് അവൾ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ബാക്ക് സീറ്റിൽ കിടത്താം, ഡോറ് തുറക്ക്, അൽഫോൺസ് പറഞ്ഞു. ജെറിയെ അൽഫോൺസ് താങ്ങി പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ സുസ്മിത ബാക്ക് ഡോറ് അൺലോക്ക് ചെയ്തു. ഡോർ തുറന്നു വെച്ച് ജെറിയെ ഉള്ളിലേക്ക് കിടത്താൻ അവളും സഹായിച്ചു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പിന്നെ അത് നടന്നത്. അതുവരെ അവശനെ പോലെ അഭിനയിച്ച ജെറി അവളെ കടന്നു പിടിച്ച് രാക്ഷസമായ കരുത്തോടെ ബാക്ക് സീറ്റിലേക്ക് ഇട്ടു. അൽഫോൺസ് അയാളെ തള്ളി അകത്താക്കി വേഗം കാറിൻ്റെ ഡോർ അടച്ചു.
കാറിനുള്ളിൽ മൽപ്പിടുത്തം നടക്കുമ്പോൾ അൽഫോൺസ് കാറിൻ്റെ എൻജിൻ ഓഫ് ചെയ്തു. അതോടെ ഹെഡ്ലൈറ്റും കണ്ണു ചിമ്മി. പെട്ടെന്ന് അന്ധകാരം മാത്രം. ഇടയ്ക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചത്തിൽ അൽഫോൺസ് ബൈക്ക് പിടിച്ചു വരുത്തി സൈഡ് സ്റ്റാൻഡിൽ ഇട്ട് വെച്ചു. കാര്യം നടന്നു കഴിഞ്ഞ് ജെറി തിരിച്ചു വരുമ്പോൾ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ രക്ഷപ്പെടണമല്ലോ. ബൈക്കിനടുത്ത് അയാൾ ക്ഷമയോടെ കാത്തു നിന്നു. തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ മെയിലിൽ അരമണിക്കൂറിലേറെ വൈകിയാണ് വന്നു നിന്നത്. സ്ലീപ്പർ ക്ലാസ് ബോഗിയിൽ നിന്നും രാകേഷും സുഹാസും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. രാവിലെ ഇവിടുന്ന് കൊല്ലത്തിന് യാത്ര തിരിച്ച രാകേഷ് രഘുരാമനും സുഹാസുമല്ല രാത്രിയിൽ തിരിച്ചിവിടെ ഇറങ്ങിയിരിക്കുന്നത്, സുഹാസ് പറഞ്ഞു. പിന്നെ രാകേഷ് ചോദിച്ചു. തിരക്കഥാകൃത്ത് രാകേഷ് രഘുരാമനും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് സുഹാസ് തെക്കേമഠത്തിലും. രാകേഷ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നെ നീ കളിയാക്കിക്കോ, കുഴപ്പമില്ല. പക്ഷേ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വേറെ അർത്ഥമൊന്നുമില്ലടാ. നീ സ്ക്രിപ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചായ, കാപ്പി, വെള്ളം, പേന, പേപ്പർ എന്നിവയൊക്കെ കൊണ്ടുവന്ന് നിന്നെ അസിസ്റ്റൻ്റ് ചെയ്യുന്നു. സുഹാസ്: അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവർ സ്റ്റേഷനിൽ നിന്നിറങ്ങി പാർക്കിംഗ് ഏരിയയിൽ ചെന്നു. നിരനിരയായി പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളുടെ ഇടയിൽ നിന്നും അവർ വണ്ടി കണ്ടുപിടിച്ചു. ഭാഗ്യം, ഹെൽമറ്റ് രണ്ടും സുരക്ഷിതമായി വണ്ടിയിൽ തന്നെയുണ്ട്, സുഹാസ് പറഞ്ഞു. ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം നമ്മളിവിടെ എത്തിയെന്ന്. വേണ്ട, 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വീടെത്തുമല്ലോ. മൊബൈൽ എടുക്കാൻ തുനിഞ്ഞ രാകേഷിനെ സുഹാസ് തടഞ്ഞു. ബൈക്കുകളും സ്കൂട്ടറുകളും ഒന്നായി പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സന്തോഷ വാർത്ത ഞാനായിരിക്കും പൊട്ടിക്കുന്നത്. നീ മിണ്ടരുത്, സുഹാസ് പറഞ്ഞു. ആവശ്യമില്ലാത്ത പ്രതീക്ഷ ആർക്കും കൊടുക്കലടാ. ഡിസ്കഷൻ നടന്നു. കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞാലല്ലേ ഇങ്ങനെയൊക്കെയാണെന്ന് വീട്ടിൽ അവതരിപ്പിക്കേണ്ടത്, രാകേഷ് എതിർത്തു. നിന്റെ പ്രധാന കുഴപ്പം നീ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവനാണ് എന്നതാണ്, സുഹാസ് അയാളെ കുറ്റപ്പെടുത്തി. എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ടാണ്. നിനക്കറിയാലോ, PSC റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി 1 മാസം തികച്ചില്ല. ഏതൊക്കെ വാതിലുകൾ മുട്ടി, ആരുടെയൊക്കെ കാലുകൾ പിടിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. സർക്കാർ കോളേജിൽ അധ്യാപകനാകാനുള്ള എൻ്റെ ആഗ്രഹം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുകയാണ്. സുഹാസിന് മറുപടി ഇല്ലായിരുന്നു. നീ വണ്ടി കയറി, നമുക്ക് പോകാം. രാകേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സുഹാസ് പിന്നിൽ കയറിയിരുന്നു. മലയാളം അറിയുന്ന തിരക്കഥാകൃത്തായ പിന്നെ നിനക്കെന്തിനാടാ സർക്കാർ കോളേജിൻ്റെ അധ്യാപക ജോലി? അങ്ങനെയൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു സുഹാസിന്. പക്ഷേ രാകേഷിനെ പിടിച്ച് ചോദിച്ചില്ല. ബൈക്ക് ഓവർബ്രിഡ്ജ് ഇറങ്ങി ചെന്നപ്പോഴാണ് റോഡ് സൈഡിൽ വിജനമായ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കാറ് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ടത്. കാറിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ബൈക്കിനരികിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് മുഖം തിരിച്ചു. റോഡിൽ വീണ് കിടക്കുന്ന ലേഡീസ് ചെരുപ്പ് രാകേഷിൻ്റെ കണ്ണിൽപ്പെട്ടു. അയാൾ പെട്ടെന്ന് ബൈക്കിൻ്റെ വേഗത കുറച്ച് കാറിൻ്റെ അല്പം മുൻപിലായിട്ട് നിർത്തി. എന്താടാ, സുഹാസ് ചോദിച്ചു. ആ കാറ് കണ്ടില്ലേ? എന്തോ പ്രശ്നമുണ്ട്. ശരിയാ, വാ നോക്കാം. ചിലപ്പോൾ അടുത്ത കഥ എഴുതാനുള്ള ബീജം നിനക്ക് കിട്ടിയെന്ന് വരാം. തട്ടിക്കൊണ്ടുപോകലോ ഒളിച്ചോട്ടലോ. രണ്ടുപേരും ഹെൽമെറ്റ് തലയിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് കാറിനടുത്തേക്ക് ചെന്നു. എന്താ പ്രശ്നം? എന്തു പ്രശ്നം? ഒന്നുമില്ല, പതറിയ സ്വരത്തിൽ അൽഫോൺസ് പറഞ്ഞു. കാറിനെന്ത് പറ്റി? കാറ് ബ്രേക്ക് ഡൗൺ ആയി. എൻ്റെ ഫ്രണ്ടിനെയാ. വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക്കിനെ കൊണ്ടുവരാൻ പോയതാ. അയാൾ പറയുന്നത് സത്യമല്ലെന്ന് രാകേഷിന് തോന്നി. എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് രാകേഷിന് തോന്നായിരുന്നില്ല, അതും രാത്രി നേരത്ത്. ഇതുപോലെയുള്ള സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാമെന്നല്ലാതെ. സുഹാസേ, നമുക്ക് പോകാം, അയാൾ പറഞ്ഞു. അപ്പോഴാണ് കാറ് മെല്ലെ കുലുങ്ങുന്നത് രാകേഷിൻ്റെ കണ്ണിൽപ്പെട്ടത്. കാറിനുള്ളിൽ ആളുണ്ടോ? അയാൾ തിരക്കി. ഇല്ല, നിങ്ങൾ പോകാൻ നോക്ക്, അക്ഷമയോടെ അൽഫോൺസ് പറഞ്ഞു. അയാൾ പറഞ്ഞത് അവഗണിച്ച് രാകേഷ് പെട്ടെന്ന് കാറിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അൽഫോൺസ് മുന്നിൽ കയറി നിന്ന് അയാളെ തടഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു സുഹാസ്. ഇതിലിടപെടണ്ട, കൊട്ടേഷൻ ജോബാണ്, സ്ഥലം വിടുന്നതാണ് നിനക്ക് നല്ലത്, അമർത്തിയ സ്വരത്തിൽ അൽഫോൺസ് പറഞ്ഞു. പക്ഷെ രാകേഷിന് ഒട്ടും പേടി തോന്നിയില്ല. എതിരാളിയുടെ കയ്യിൽ കത്തിയോ തോക്കോ മറ്റു മാരകായുധമോ കാണുമായിരിക്കും. എങ്കിലും മൽപ്പിടുത്തം ഉണ്ടായാൽ കീഴ്പ്പെടുത്താമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പോരാത്തിന് സുഹാസ് ഉണ്ടല്ലോ. മാറി നില്ലടാ. അയാളെ തള്ളിമാറ്റി രാകേഷ് കാറിനടുത്തേക്ക് ചെന്നു. പിന്നാലെ പാഞ്ഞെന്ന അൽഫോൺസിനെ സുഹാസ് പിന്നിൽ നിന്നും പിടിച്ചു നിർത്തി. ഒന്നും ശ്രദ്ധിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മൊബൈൽ ടോർച്ച് തെളിച്ച് രാകേഷ് കാറിനുള്ളിലേക്ക് നോക്കി.
ബാക്ക് സീറ്റിൽ ഒരു പെണ്ണിൻ്റെ മീതെ കിടന്ന് അതിക്രമം കാണിക്കുന്ന ചെറുപ്പക്കാരനെയാണ് അയാൾ കണ്ടത്. പെട്ടെന്ന് രാകേഷ് ഡോറ് വലിച്ചു തുറന്നു. ചെറുപ്പക്കാരൻ്റെ കാലുകളിൽ പിടിച്ച് അയാൾ ധൃതിയിൽ പുറത്തേക്ക് വലിച്ചു. ധൃതി വെക്കാതെടാ ആൽഫി, അനിഷ്ടത്തോടെ ജെറി പറഞ്ഞു. പക്ഷേ രാകേഷ് അയാളെ പിടിച്ചു വലിച്ച് റോഡിലേക്ക് ഇടുക തന്നെ ചെയ്തു. സുഹാസിൻ്റെ പിടിയിൽ നിന്നും കുതിരി സ്വയം മോചിതനായ അൽഫോൺസ് ഓടി വന്ന് ജെറിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പെൺകുട്ടിയുടെ അരക്കെട്ട് വരെയുള്ള സാരി മുകളിലേക്ക് ചെരിച്ചു കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രാകേഷ് വേഗം സാരി താഴേക്ക് വലിച്ചിട്ടു. അവൾ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. ഏയ് കുട്ടി, രാകേഷ് അയാളെ കുലുക്കി വിളിച്ചു. അവൾ കണ്ണു തുറന്നില്ല. അവൾ ബോധരഹിതയാണെന്ന് അയാൾക്ക് മനസ്സിലായി. രാകേഷേ, എടാ രാകേഷേ, സുഹാസ് ഉച്ചത്തിൽ വിളിച്ചു. രാകേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ ബൈക്കിൽ കയറി ചെറുപ്പക്കാർ ഓടിപ്പോകുന്നു. സുഹാസ് നിലത്ത് വീണ് കിടക്കുന്നു. രാകേഷ് ഓടിച്ചെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നെ തൊഴിച്ച് താഴെയിട്ടറാ. ഞാൻ തടയാൻ നോക്കിയപ്പോൾ കാറിനുള്ളിലൊരു പെൺകുട്ടിയുണ്ട്. റേപ്പ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. ബോധമില്ലാതെ കിടക്കുകയാണ്, രാകേഷ് പറഞ്ഞു. സുഹാസ് ഞെട്ടലോടെ അയാളെ നോക്കി. രക്ഷപ്പെടുന്നതല്ല നല്ലത്. ചിലപ്പോൾ നമ്മളെ കൂടി ഭയത്തോടെ അയാൾ പറഞ്ഞു. കണ്ണിച്ചോറയില്ലാതെ സംസാരിക്കാതെടാ. ആ പാവത്തിന് അസമയത്ത് പെരുവഴിയിൽ ഉപേക്ഷിച്ച് നിനക്ക് ഏതെങ്കിലും പോലീസുകാരറിയാമോ? രാകേഷ് ചോദിച്ചു. അത് വേണ്ട, സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത് നല്ലത്. നീ 100 ഡയൽ ചെയ്യ്. മൊബൈലെടുത്ത് രാകേഷ് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഹലോ പോലീസ് സ്റ്റേഷൻ. ഏതോ ഓഫീസർ ഫോൺ എടുത്തു. സാർ, എൻ്റെ പേര് രാകേഷ്. തൃപ്പൂണിത്തറ റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് കരിങ്ങാഞ്ചിറയിലേക്ക് പോകുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. സംഭവിച്ച കാര്യങ്ങൾ ആരെല്ലാം അറിയിച്ചു. നിങ്ങളുടെ നമ്പർ പറയൂ. രാകേഷ് സ്വന്തം മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. പ്രിയരെ, ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടിയല്ലോ. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. ലെങ്ത്ത് കുറയ്ക്കുന്നത് ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെയൊക്കെ ലെങ്ത്ത് കൂട്ടി നമുക്കൊന്നുകൂടി അടിപൊളിയാക്കണം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.